കാലവർഷം ശക്തമായതോടെ ഇടുക്കി, മുല്ലപ്പെരിയാർ എന്നീ അണക്കെട്ടുകൾ നിറഞ്ഞിരിക്കുകയാണ്. 2344.01 അടിയാണ് ഇടുക്കിയിലെ ജലനിരപ്പ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 12 അടിയോളം വെള്ളമാണ് ഇടുക്കിയിൽ ഇപ്പോൾ ഉള്ളത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 130 അടിക്ക് മുകളിലാണ്. മെയ് 24 കേരളത്തിൽ കാലവർഷമെത്തിയത്. അന്ന് 2329.88 അടിയായിരുന്ന ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പാണ് ഇപ്പോൾ ഉയർന്നിട്ടുള്ളത്. അതായത് സംഭരണശേഷിയുടെ 30%. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 3.5 അടി വെള്ളം അണക്കെട്ടിൽ കുറവുമായിരുന്നു. എന്നാൽ കനത്ത വേനൽ മഴയ്ക്കൊപ്പം കാലവർഷവും ശക്തമായതോടെ ജലനിരപ്പ് വേഗത്തിൽ ഉയർന്നു തുടങ്ങി. ഒരാഴ്ച കൊണ്ട് ജലനിരപ്പ് 15 അടിയിലധികം കൂടി. സംഭരണശേഷിയുടെ 42% വെള്ളം അണക്കെട്ടിലുണ്ട്. KECBക്കാണിത് ആശ്വാസമായിരിക്കുന്നത്. ഇപ്പോൾ ദിവസേന 2 അടിയോളമാണ് ജലനിരപ്പ് ഉയരുന്നത്. മെയ് മാസത്തിൽ മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ പ്രതിദിന ഉൽപാദനം 10.32 ദശലക്ഷമായി കൂട്ടിയിരുന്നു. ഇപ്പോൾ 7 ദശലക്ഷം യൂണിറ്റായി കുറച്ചിട്ടുണ്ട്. KECBയുടെ ചെറിയ അണക്കെട്ടുകളിൽ സംഭരണശേഷിയോടടുത്ത് വെള്ളമുള്ളതിനാൽ അവിടങ്ങളിലൊക്കെ വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഇതാണ് മൂലമറ്റം പവർ ഹൌസിലെ ഉൽപാദനം കുറയ്ക്കാൻ പ്രധാന കാരണം. മലങ്കര അണക്കെട്ടിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തിന്റെ അളവ് കൂട്ടിയപ്പോൾ മൂവാറ്റുപുഴ ആറിൽ നിന്ന് ജലനിരപ്പ് ഉയർന്നതും ഉൽപാദനം നിയന്ത്രിക്കാൻ കാരണമായിട്ടുണ്ട്. ഇത്തവണ 505 മില്ലിമീറ്റർ മഴയാണ് കാലവർഷത്തിൽ ഇടുക്കിയിൽ പെയ്തത്. സാധാരണ ലഭിക്കേണ്ടത് 37 മില്ലിമീറ്റർ മഴയും. ഇതനുസരിച്ച് 1351% കൂടുതൽ മഴയാണ് ഈ ദിവസങ്ങളിൽ ലഭിച്ചത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഒരാഴ്ച കൊണ്ട് 19 അടിയിലധികം കൂടിയിട്ടുണ്ട്. അണക്കെട്ടുകളുടെ ജലനിരപ്പാണ് കേരളത്തിലെ പ്രളയഗതിയെ ബാധിക്കുക. ഇത്തവണ അതിരൂക്ഷമായ സാഹചര്യമാണുള്ളത്. ഇതോടെ വീണ്ടും പ്രളയം കേരളം മുന്നിൽ കാണുകയാണ്. KECBയുടെ ഡാം മാനേജ്മെന്റ് ഇത്തവണയും പാളി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതേസമയം സംസ്ഥാനത്ത് മഴ ജാഗ്രത തുടരുകയാണ്. ഇന്ന് ആലപ്പുഴ, എറണാകുളം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തീവ്ര അതിതീവ്ര മഴ മുന്നറിയിപ്പുകളില്ലെങ്കിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ കിട്ടിയേക്കും. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലെ അത്രേ ശക്തമായ മഴയ്ക്ക് ഇനി സാധ്യതയില്ലെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഈ സീസണിലെ ആദ്യ തീവ്ര മഴ ദിവസങ്ങൾ അവസാനിക്കുന്നുവെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. അതേസമയം കേരള തീരത്ത് ശക്തമായ കാറ്റിനും കടൽക്ഷോഭത്തിനും സാധ്യത തുടരുകയാണ്. മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. തുടർച്ചയായ മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുകയാണ് ഇടുക്കിയിൽ. മഴ കുറഞ്ഞതിനെ തുടർന്ന് ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണം നീക്കി. മഴ കുറഞ്ഞ സാഹചര്യത്തിലാണ് തീരുമാനം. ജലവിനോദങ്ങളായ ബോട്ടിംഗ് ഉൾപ്പെടെയുള്ളവയുടെ നിയന്ത്രണം നീക്കിയിട്ടില്ല. എന്നാൽ മറ്റിടങ്ങളിൽ സന്ദർശനം നടത്തുന്നതിന് അനുമതി നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയെ തുടർന്ന് ഇടുക്കി ജില്ലയിൽ 5 ക്യാമ്പുകൾ തുറന്നിരുന്നു. ഇടുക്കി താലൂക്കിൽ 3 ക്യാമ്പും ദേവികുളം താലൂക്കിൽ 2 ക്യാമ്പുമാണ് തുറന്നത്. ഇടുക്കി താലൂക്കിൽ മണിയാറൻകുടി സലീന ചാൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ക്യാമ്പിൽ 18 കുടുംബങ്ങളിലായി 65 അംഗങ്ങളാണുള്ളത്. ഇതിൽ 18 പുരുഷന്മാർ, 28 സ്ത്രീകൾ, 19 കുട്ടികളാണുള്ളത്. കഞ്ഞിക്കുഴി കീരിത്തോട് നിത്യസഹായമാത പാരിഷ് ഹാളിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിൽ 4 കുടുംബങ്ങളിലെ 10 അംഗങ്ങളാണുള്ളത്. 5 പുരുഷന്മാർ, 3 സ്ത്രീകൾ, 2 കുട്ടികളുമുള്ളത്. അതേസമയം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴ തുടരുകയാണ്. മഴയെ തുടർന്ന് മേഘാലയയിലെ ടുറയ്ക്കും അസമിലെ ഗുവാഹത്തിക്കും ഇടയിലുള്ള ദേശീയപാത 17 തകർന്നതിനാൽ റോഡ് ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. ബേക്കു, ചായ്ഗാവ് എന്നിവിടങ്ങളിൽ NH-17 പ്രധാന ഭാഗങ്ങൾ ഒലിച്ചുപോയി. കഴിഞ്ഞ 2 ദിവസത്തിനിടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും കുറഞ്ഞത് 30 പേരെങ്കിലും മരിച്ചു. അസം, അരുണാചൽ, മേഘാലയ, മണിപ്പൂർ, മിസോറാം എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉണ്ടായി. അസമിലെ 12 ജില്ലകളിലായി കുറഞ്ഞത് 60,000 പേരെയാണ് ദുരിതത്തിലാഴ്ത്തിയത്. കഴിഞ്ഞ 2 ദിവസത്തിനിടെ വടക്കു കിഴക്കൻ മേഖലയിൽ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും തുടരുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.